വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ലീഗ് സ്വതന്ത്രൻ LTF പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത സംഭവത്തിൽ കൂറുമാറാൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് പറയുന്ന ആ ശബ്ദരേഖയിൽ അങ്ങനെ വിവാദം കനക്കുകയാണ്. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ വിജിലൻസിന് പരാതി നൽകി. ഭരണം പിടിക്കാൻ CPM നേതൃത്വം 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ് ശബ്ദരേഖയിൽ പറയുന്നത്. ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച ജാഫർ മാസ്റ്ററുടെ പേരിലാണ് ശബ്ദരേഖ പ്രചരിക്കുന്നത്. ടെസ്റ്റുകൾ ഒരുപാട് നടക്കും മുസ്തഫ. നാളെ എന്താ ടെസ്റ്റുകൾ നടക്കാക്കണ്? നടക്കും. എന്തിനാ? സ്വതന്ത്രൻ നാളെ പ്രസിഡന്റ് ആവും. അപ്പൊ CPM-ന്റെ അല്ലടാ? ഈ CPM ഞാൻ സ്വതന്ത്രനല്ലേ? സ്വതന്ത്രം മത്സരിക്കുന്നു, ഇഷ്ടമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം. പാർട്ടിയല്ലേ, ഞാൻ സ്വതന്ത്രനായിട്ടല്ലേ മത്സരിക്കുന്നത്, പാർട്ടിയിലല്ലേ മത്സരിക്കുന്നത്. സ്വതന്ത്രനും മത്സരിക്കാലോ മുസ്തഫ. സ്വതന്ത്രനും പ്രസിഡന്റ് ആവാലോ. പാർട്ടി അല്ല, കാര്യത്ത് പറഞ്ഞ പാർട്ടി ഇല്ലാത്ത ആളുകൾക്കും പ്രസിഡന്റ് ആവാലോ. എല്ലാന്നേലും മുസ്തഫ 50 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ തെരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആവാം അപ്പൊ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ട്. എന്നിട്ട് അത് ഇനിയിപ്പോ 50 പൈസ വലുത് നമ്മുടെ അഭിമാനം വലുത്, പാർട്ടിയെ വലുത്. അല്ല, പൈസ കിട്ടി പിന്നെ നമ്മള് സേഫ് ആയല്ലോ, ലൈഫ് സെറ്റിൽ ആയില്ലോ. എന്ത് സേഫ് ആവണ്? പിന്നെ നമ്മള് രാഷ്ട്രീയത്തിന് ഇറങ്ങേണ്ട ആവശ്യം വരെ. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ സാനു ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സാനു, മുസ്തഫയോട് അദ്ദേഹം പറഞ്ഞത് വെയിറ്റ് ആൻഡ് സീ. കേരളം വെയിറ്റ് ചെയ്തു, കേരളം കണ്ടു, കേരളം കേട്ടു. എന്തായാലും ഈ പണത്തിന് മേൽ മുസ്ലിം ലീഗും പറക്കില്ല എന്നാണോ ഈ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? 50 ലക്ഷം രൂപയാണ് സാനു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതായത് കൂറുമാറാൻ 50 ലക്ഷം രൂപയാണ് ഈ CPM വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതായത് ഈ ശബ്ദരേഖ സത്യമാണെങ്കിൽ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവിടെ വികസനം അല്ലെങ്കിൽ മൊത്തത്തിൽ അഴിമതിയാണ്. പക്ഷേ ഈ 50 ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയ ഫണ്ടൊക്കെ ഇവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അതും കൂറുമാറാൻ 50 ലക്ഷം രൂപ കൊടുക്കുന്നു. അശ്വതി, എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ UDF-ലും കോൺഗ്രസിലുമൊക്കെ തൃശ്ശൂർ വലിയ കലഹമാണുള്ളത്. ആ കലഹത്തിന്റെ അവസാന ഭാഗമെന്നോണം വേണം നമുക്ക് ഇതിനെ കാണുന്നതിനും അല്ലെ ഇത് കേൾക്കുകയും വേണമെന്നാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് സ്വതന്ത്രനായിട്ട് വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ള ജാഫറിനാണ് കൂറുമാറുന്നതിന് വേണ്ടി, അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി, CPM-ന് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ കോഴ നൽകി എന്നുള്ള തരത്തിലുള്ള ശബ്ദരേഖ പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഈ ശബ്ദരേഖ പുറത്ത് വന്നതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള അനിൽ അക്കര വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപ് സമാന സംഭവം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് കോഴ വാങ്ങി എന്നൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു. ആ കോഴ ആരോപണം ഉന്നയിച്ചതാവട്ടെ വളരെ ദീർഘകാലം കോർപ്പറേഷനിൽ കൗൺസിലറായിരുന്ന ലാലിയാണ്. ലാലി ജെയിംസ് ആണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. ലാലി ജെയിംസിനെ കോർപ്പറേഷൻ മേയറാക്കി നിശ്ചയിച്ചിരുന്നു. പിന്നീട് അത് മാറുകയും മറ്റൊരാൾക്ക് ആ സ്ഥാനം കൊടുക്കുകയും ചെയ്തതോടുകൂടി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് ആദ്യം ഇത്തരത്തിലുള്ള ഒരു കോഴ വിവാദം പുറത്തു വന്നത്. എന്തായാലും അത്തരത്തിൽ അതിന് സമാനമായിട്ടുള്ള ഒരു കോഴ വിവാദമാണ് ലീഗിനെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ലീഗ് സ്വതന്ത്രനായിട്ട് ജയിച്ചു വന്നിട്ടുള്ള ജാഫറാണ് വോട്ട് മാറി CPM-ന് ചെയ്യുന്നതിന് വേണ്ടി, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ കോഴ കൈപ്പറ്റുന്നതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും അശ്വതി അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് എത്രത്തോളം സത്യമാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്ന ശബ്ദരേഖയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നീട് അത് നോക്കിക്കാണേണ്ട കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഒരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. അത് ലീഗ് സ്വതന്ത്രനായിട്ട് ജയിച്ചിട്ടുള്ള ജാഫർ കൈക്കൂലി വാങ്ങുന്നു എന്നതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ശബ്ദരേഖയാണ് പുറത്തു വന്നിട്ടുള്ളത്, ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത്. അശ്വതി, സാനു, ഈ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നുകൂടി പറയുകയാണ്, ഈ ശബ്ദരേഖ സത്യമാണെങ്കിൽ ഈ CPM-ഉം മുസ്ലിം ലീഗും തമ്മിലുള്ള ആ ഒരു മനപ്പൊരുത്തം അല്ലെങ്കിൽ അതായത് അണിയറയ്ക്ക് പിന്നിലെ ആ ഒരു കൈകൊടുപ്പ് അതൊന്നും എടുത്ത് പറയേണ്ടതല്ലേ? തീർച്ചയായിട്ടും ശബ്ദരേഖ അല്ലെ ശബ്ദ സന്ദേശം സത്യമാണെങ്കിൽ അത് വലിയ ഗുരുതരമായിട്ടുള്ള സംഭവമെന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. കാരണം CPM ആണ് ഈ ഒരു 50 ലക്ഷം രൂപ ഓഫർ ചെയ്തിരിക്കുന്നത്. 2 തരത്തിലുള്ള ഓഫറുകളായിരുന്നു ജാഫറിന് മുന്നിൽ CPM വെച്ചെന്നാണ് ഈ ശബ്ദരേഖ നമ്മൾ പൂർണ്ണമായിട്ടും കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നുകിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് ആവുക, അല്ലെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ്, അതായത് പൂർണ്ണമായിട്ട് സെറ്റിൽ ചെയ്യുക, 50 ലക്ഷം രൂപ കൈപ്പറ്റിക്കൊണ്ട് CPM-ന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുക എന്നീ 2 ഓപ്ഷനാണ് CPM മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നാണ് നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള പൂർണ്ണമായിട്ട് അതായത് CPM വോട്ട് ചെയ്തതിന് ശേഷം ആ 50 ലക്ഷം രൂപ കൈപ്പറ്റുന്ന നിർദ്ദേശം ഇയാൾ അംഗീകരിച്ചു എന്ന് സാധൂകരിക്കുന്ന തരത്തിൽ, അല്ലെ അത് അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കത്തക്ക തരത്തിലുള്ള രീതിയിലുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും അങ്ങനെ കൈക്കൂലി കൊടുത്ത് അല്ലെ കോഴ കൊടുത്ത് ആ ഒരു സ്ഥാനം അല്ലെ ആ ഒരു വോട്ട് വാങ്ങിയെങ്കിൽ അത് വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് പാർട്ടിയുടെ CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ 50 ലക്ഷം രൂപ എവിടുന്ന് കണ്ടെത്തി, അത് ആര് കൊടുത്തു, എന്തിനു കൊടുത്തു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരും മണിക്കൂറുകളിലൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും ഈ ശബ്ദ സന്ദേശം ശരിയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള സംഭവം തന്നെയാണ്. വോട്ടിന് വേണ്ടി കോഴ കൊടുത്ത് വോട്ട് വാങ്ങുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അത് CPM ചെയ്യുമ്പോൾ, അത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ചെയ്യുമ്പോൾ അത് വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ആരെയൊക്കെ പണം കൊടുത്ത് കൈക്കലാക്കുക, പണം കൊടുത്ത് വാങ്ങുക എന്നുള്ളതൊക്കെയാണ് ഇവർ നടത്തിയിട്ടുള്ളതെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്ന് അല്പം മുമ്പ് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ വിജിലൻസിൽ പരാതിയുണ്ട്. ഈ ശബ്ദരേഖ പൂർണ്ണമായിട്ടും ലീഗ് തള്ളുന്നുണ്ടെങ്കിലും ഇതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനോ തള്ളാനോ കോൺഗ്രസും തയ്യാറായിട്ടില്ല എന്നുള്ളത് മറ്റൊരു മറുവശമാണ്. കാരണം പരാതി, ഈ ശബ്ദരേഖ കേട്ടതിന് തൊട്ടു പിന്നാലെ പരാതി അനിലക്കര നൽകിയെങ്കിലും ഇതിനെ പൂർണ്ണമായിട്ടും അവരും വിശ്വസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. തീർച്ചയായും സാനുവാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ഗുരുതരമായ ചില ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാലും ഈ പണത്തിന് മേൽ മുസ്ലിം ലീഗും പറക്കില്ല എന്നാണോ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നതടക്കമുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നാലും വരും മണിക്കൂറുകളിലാണ് ഈ ശബ്ദരേഖ സത്യമാണോ അതോ വ്യാജമാണോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരികയുള്ളൂ. എന്തായാലും തൃശ്ശൂർ വടക്കാഞ്ചേരിയിലാണ് ഇത്തരമൊരു സംഭവം. ഈ ലീഗ് സ്വതന്ത്രൻ LDF പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത സംഭവത്തിലാണ് കൂറുമാറൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉള്ള ഒരു ശബ്ദരേഖ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്.